Download now. CC Learning app. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫയർമാൻ ഡ്രൈവർ എക്സാം ജൂൺ 17 നടക്കാനായിട്ട് പോവുകയാണ്. അതായത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളുടെ കൈകളിലുള്ളൂ. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് വയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, കഴിഞ്ഞ തവണകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PYQ അനലൈസ് ചെയ്തുള്ള ഒരു പഠനമായിരിക്കണം ഇനിയുള്ള കാലയളവിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. കാരണം ഒരു 2-3 വർഷത്തെ PYQs പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാവുകയും ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആ ഏരിയാസ് പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫയർമാൻ ഡ്രൈവർ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഴുതാനിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അല്ലെ, ഒരു PYQs ഏറ്റവും റീസെന്റ് നടന്ന ഒരു 3 ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും അനലൈസ് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. കുറഞ്ഞത് ഒരു 10-30 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിലൂടെ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മള് ഈ ഒരു സെക്ഷനില് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഫയർമാൻ ഡ്രൈവർ എക്സാമിന് ചോദിച്ച പ്രധാനപ്പെട്ട PYQസും അതിന്റെ ഫാക്റ്റുകളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുകൾ അല്ലെ, മോക്ക് ടെസ്റ്റുകള്, മോക്ക് ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യും, നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. സോ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെർച്ച് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. സോ സമയം കളയുന്നില്ല, നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളുക, എന്താണ്? താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിൽ എത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ നല്ലൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം: കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ. ഈ വാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ഫയർമാൻ ഡ്രൈവർ പോലുള്ള എക്സാമിന് അല്ലെങ്കിൽ ഡ്രൈവർ എക്സാമുകൾക്ക് ആവർത്തിക്കുന്നതാണ്. ഇപ്പൊ നോക്കിക്കോളൂ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ് എന്നുള്ളതാണ്. അതിലൊരു ഡൗട്ടും വേണ്ട, അതേതാണ്? ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ആണ്. അല്ലെ, നമ്മൾ പഠിക്കുന്നതാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു വിഷവാതകമാണ്. സാധാരണഗതിയിൽ പാർഷ്യലായിട്ട് എന്ത് നടക്കുമ്പോൾ ഈ പറയുന്ന ജ്വലനം നടക്കുന്നതിന്റെ അല്ലെങ്കിൽ ഭാഗിക ജ്വലനം നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു വിഷവാതകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ്? കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ കുറച്ച് ഫാക്ടുകൾ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളുക. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകപ്പെടുന്ന വാതകം ഓക്സിജൻ ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഓക്സിജൻ ഉണ്ട്. അതേപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ തീ കെടുത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫയർ എക്സ്റ്റിങ്യൂഷറുകളിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡുകളാണ്. ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്യൂഷറുകളിൽ ഫോമുകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫയർ എക്സ്റ്റിങ്യൂഷറിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ആൻസർ പറയാം. അതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കൂടിയാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കൂടി മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഹരിതഗൃഹവാതകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ എന്താണ് നൈട്രജനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഏറ്റവും കൂടുതലുള്ള വാതകം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആണ്. നമ്മളതൊരു കോഡൊക്കെ വെച്ച് പഠിക്കാറുണ്ട് അല്ലെ? എന്താ? നോ AC എന്ന് പറയുന്ന കോഡ് വെച്ച് നമ്മൾ പറയാറുണ്ട്. അതായത്
അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, നോ അല്ലെ. ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകം എന്ന് പറയുന്നത് ആർഗൺ ആണ്. ഏറ്റവും കൂടുതലുള്ള നാലാമത്തെ വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതാണ് നമ്മൾ നോ AC എന്ന് പറയുന്ന കോഡ് വെച്ച് പറയുന്നത്. അപ്പൊ ചോദ്യം കിട്ടിയല്ലോ. എന്താ? താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ് എന്നുള്ളതാണ്. ഒരു ഡൗട്ടും വേണ്ട, അത് കാർബൺ മോണോക്സൈഡ് ആണ്. ബാക്കി ഓപ്ഷനുകൾ നമ്മൾ പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് എന്നും നൈട്രജൻ എന്താണ് എന്നും ഓക്സിജൻ എന്താണ് എന്നും അവിടെ പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു PYQs പഠിക്കുമ്പോൾ ചോദ്യം ഉത്തരം എന്ന നിലയിൽ പഠിക്കാതെ അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, CNGയുടെ പ്രധാന ഘടകം എന്ത്? ഓക്കെ, നമ്മൾ CNGനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ പറയുന്ന CNGയുടെ പ്രധാന ഘടകം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ CNGയുടെ പ്രധാന ഘടകം, ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അല്ലെ, നമ്മുടെ CNGയുടെ പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീഥെയ്ൻ ആണ് അല്ലെ. CNGയുടെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് മീഥെയ്ൻ ആണ് അല്ലെ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നുള്ളതാണ് CNGയുടെ ഫുൾ ഫോം. ഇപ്പൊ എന്താ പറഞ്ഞത്? CNGയുടെ ഫുൾ ഫോം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നതാണ് CNGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട ഘടകം മീഥെയ്ൻ ആണ്. പലതവണ പല എക്സാമുകൾക്ക്, ഫയർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സാമുകൾക്കും ചോദിച്ചതാണ്. അതേപോലെ CPRന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്ന് പറയുന്നതാണ് CPRന്റെ ഫുൾ ഫോം. ഓക്കെ, അടുത്തൊരു ചോദ്യം, അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നോ AC എന്ന് പറയുന്ന കോഡ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ, മൂന്നാമത്തെ വാതകം ആർഗൺ ആണ്, നാലാമത്തെ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, നോ AC. പിന്നെ നോക്കുവാണെങ്കിൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ ആണ്. നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 78.08% ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഓക്സിജന്റെ വാല്യൂവും ചോദിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 20.95 ആണ്. നമ്മളത് റൗണ്ട് ചെയ്ത് 21% ആക്കിയും പറയാറുണ്ട്. ഓക്കെ അല്ലേ? നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് നോക്കിക്കൊള്ളുക, അന്തരീക്ഷ വായുവില് ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനം ആണ് എന്നുള്ളതാണ്. ഒരു ഡൗട്ടും വേണ്ട. ആദ്യം നോക്കുക, 20.95 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആൻസർ. അത് തരാത്ത പക്ഷം എന്താ ഉള്ളത്? 21%. ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തേ ഉള്ളൂ അല്ലെ. സോ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലേ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം അല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക, സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായുവിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സോ നല്ലൊരു ചോദ്യമാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഫയർമാൻ ഡ്രൈവറിന് ചോദിച്ച ചോദ്യമാണ്. ഇത്തരത്തില് ഓരോ തവണയും അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന വായുവിന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ടൈഡൽ വോളിയം. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഫയർമാൻ എക്സാമിന് ചോദിച്ചതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഫയർമാൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ അല്ലെ. നമ്മുടെ ഈ ഫയർമാൻ ഡ്രൈവർ എന്ന് പറയുന്ന എക്സാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സില് ഫസ്റ്റ് എയ്ഡ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഹ്യൂമൻ ബോഡി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ബയോളജിയിൽ നമ്മൾ ഹ്യൂമൻ ബോഡി പഠിക്കുന്നുണ്ട്. സോ അതായത് സിലബസിൽ തന്നെ 2 ഏരിയാസിലുമുള്ള ടോപ്പിക്കുകളാണ് ഈ പറയുന്ന ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഏതാണ്? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. രക്തം കട്ട പിടിക്കാൻ കെ അല്ലെ, കട്ട പിടിക്കാൻ കെ എന്ന് നമ്മൾ എടുത്ത് പഠിക്കുന്നതാണ്. സോ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിറ്റാമിൻ കെ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചോളുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ നമ്മൾ പറഞ്ഞു, അത് വിറ്റാമിൻ കെ, കട്ട പിടിക്കാൻ കെ. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കിട്ടിയല്ലോ?
രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എലമെന്റ് അത് കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോപ്ലാസ്റ്റ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. അതേപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ അല്ലെങ്കിൽ രക്തകോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റ്സും ആണ്. പലതവണ പല എക്സാമുകൾ, അത് LGS ലെവൽ ആയിക്കൊള്ളട്ടെ, 10th ലെവൽ ആയിക്കൊള്ളട്ടെ, +2 ലെവൽ ആയിക്കൊള്ളട്ടെ, പല എക്സാമുകൾക്ക് ചോദിക്കാറുള്ള കൺസെപ്റ്റുകളാണ്, പലപ്പോഴും മാറിപ്പോകാറുള്ളതാണ്. സോ വ്യക്തമായിട്ട് ഈ കാര്യം പഠിച്ചോളുക. ബാക്കി വൈറ്റമിൻ നമുക്കറിയാം. വിറ്റാമിൻ എ, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ, റെറ്റിനോളിന്റെ കുറവ് മൂലം നൈറ്റ് ബ്ലൈൻഡ്നസ്, നിശാന്തത എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നു. വിറ്റാമിൻ സി, ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു, സിയുടെ കുറവ് മൂലം സ്കർവി എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നു. വിറ്റാമിൻ ഇ, ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത്. അല്ലെ, വിറ്റാമിനുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം വിറ്റാമിനുകളിൽ നിന്ന് മാത്രം 2 ചോദ്യങ്ങളാണ് വന്നത്. രണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒന്ന് ചോദിച്ച ഈ ഒരു ചോദ്യമായിരുന്നു, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്. 2 ചോദിച്ചത് ടോക്കോഫിറോളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിറ്റാമിൻ ഇയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, അങ്ങനെ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാൻ 2 ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യനിലെ ഹീമോഗ്ലോബിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? സോ നമുക്കറിയാം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന RBCയിൽ കാണപ്പെടുന്ന പിഗ്മെന്റിനെ കുറിച്ച് റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അയൺ അടങ്ങിയിരിക്കുന്നു, അല്ലെ? അയൺ അടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. ഈ പറയുന്ന അയണിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാവുന്നത്. സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആരോഗ്യമുള്ള മനുഷ്യനിൽ 100 മില്ലി രക്തത്തില് 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. SCRT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന വാല്യൂ ആണ്. സോ കറക്റ്റ് ആണ്. പുതിയ SCRT ടെക്സ്റ്റ് എടുത്തു പറയുന്ന വാല്യൂ ആണ്, കറക്റ്റ് ആണ്. അതിൽ പ്രോട്ടീൻ ഇല്ല. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അത് പ്രോട്ടീൻ ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റാണ്. ശ്വസനവാതകങ്ങൾ രക്തത്തിലൂടെ വഹിക്കുന്നു. നമ്മൾ പഠിച്ചാണ് ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജൻ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സംവഹനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീൻ ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. വളരെ നല്ല ചോദ്യം അല്ലെ? ചിലപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിയാത്തവർക്ക് ആ ഒരു മാർക്കേ പോകും. SCRT കണ്ടന്റ് ആയിരുന്നു, അല്ലെ? ആ ഒരു കൺസെപ്റ്റ് അറിയാത്തവർക്ക് ആ ഒരു മാർക്കേ പോകും. SCRT കണ്ടന്റ് ആയിരുന്നു. അടുത്ത നോക്കിക്കൊള്ളുക, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർ എക്സാമുകൾക്ക് സ്ഥിരം ഒരു ചോദ്യം വരുന്നതാണ്. പത്രത്തിൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഒരു കാര്യം വ്യക്തമാക്കുക, പാൻക്രിയാസ് പ്രധാനമായിട്ടും പാൻക്രിയാസിൽ 2 തരം കോശങ്ങളുണ്ട്, അല്ലെ? ആൽഫ കോശങ്ങളും ഉണ്ട്, ബീറ്റ കോശങ്ങളും ഉണ്ട്. ഈ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെ? നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ അളവ്, ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പ്രായമായവര് ഇൻസുലിൻ കുത്തിവെക്കാറുണ്ട്. ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ കുത്തിവെക്കും, അല്ലെ? കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. അതേപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ആ പോയിന്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഇൻസുലിനും, ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണുമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? കുറയ്ക്കാൻ എന്ന് പറയുമ്പോൾ കൂടിക്കഴിയുമ്പോഴാണ് കുറയുന്നത്, അല്ലെ? അത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ്. ഒരു ഡൗട്ടും വേണ്ട, അത് ഇൻസുലിൻ ആണ്, അല്ലെ? കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസുലിൻ ആണ്. ഈ കൺസെപ്റ്റ് വ്യക്തമായിരിക്കണം, അല്ലെ? കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻസുലിനും, ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോണുമാണ്, അല്ലെ? പിന്നെ അതേപോലെ തന്നെ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ എന്ന് മനസ്സിലാക്കുക.
അതേപോലെ തന്നെ ഏതാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ ആണ് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ. ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ അത് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിനുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്നാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച PYQs ആണ്. പിന്നെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PYQ ബേസ് ചെയ്തുള്ള പഠനം കൂടി നിങ്ങൾ മുന്നോട്ട് വെക്കുക. കാരണം ഒരു PYQ എടുത്തു കഴിഞ്ഞാൽ അതിലെ ചോദ്യം വരുന്ന ഏരിയാസ് ഏതാണ്, അല്ലെ ഏതൊക്കെ ഏരിയാസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള PYQ പഠനത്തിലൂടെ അല്ലെങ്കിൽ PYQ അനാലിസിസിലൂടെയാണ്. സോ ഇനിയും നമ്മുടെ കയ്യിൽ സമയമുണ്ട്. ഈ ഒരു രീതിയിലുള്ള പഠനം എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠനം ഇതുവരെ നടക്കാത്തവരാണ്, അല്ലെ ഇനിയും പഠിക്കുന്നുണ്ട് പക്ഷേ പഠനം പ്രോപ്പറായിട്ടൊരു സ്പീഡിൽ പോകുന്നില്ല, അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഒരു 30 days ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നിങ്ങളിലേക്ക് തരുന്നുള്ളൂ, അല്ലെ കണ്ടന്റുകൾ കുത്തി നിറയ്ക്കുന്നില്ല. ഈ 30 ദിവസം എന്തെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, അതൊരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്ത്, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത്, PYQs ബേസ് ചെയ്ത് അനലൈസ് ചെയ്തുള്ള ഒരു സ്റ്റഡി പാറ്റ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കും. ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന ബാച്ചാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 30 days ബാച്ച്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടാവും, വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫേഴ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ബാച്ചാണ്. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കണക്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.